എല്ലാവർക്കും ഓട്ടോമേഷൻ നിഞ്ച എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പാച്ച് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന API കരേട്ട യൂസ് ചെയ്ത് സെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ പുട്ട് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന API കരേട്ട യൂസ് സെൻഡ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സെനാരിയും ഈ ഒരു പർട്ടിക്കുലർ പാച്ച് തമ്മിൽ ഒരു ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. രണ്ട് ചേഞ്ചസ് ഉള്ളൂ. ഒരു ചേഞ്ച് വരുത്തിയിരിക്കുന്നത് ലൈൻ നമ്പർ 68 ആണ്. അതിൻ്റെ അകത്ത് വരുത്തിയേക്കുന്ന മാറ്റം എന്ന് വെച്ചാൽ പാച്ചിനുള്ള HTTP നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ റെക്കോർഡിനകത്തെ ഫുൾ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക, പാർഷ്യൽ അപ്ഡേറ്റ് മാത്രം വരുത്തുന്ന കേസിലൊക്കെയാണ് നമ്മൾ പാച്ചിനുള്ള HTTP മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണാം, ഈ ഒരു സെനാരിക്കകത്ത് 56th ലൈനിൽ പേലോഡ് പാസ് ചെയ്തതിനകത്ത് ടൈറ്റിൽ എന്ന ഒരു കീ ഉണ്ട്, ഓതർ എന്നുള്ള കീ ഉണ്ട്. ടൈറ്റിലിന്റെ വാല്യൂ json സെർവർ എന്നാണ്, ഓതറിന്റെ വാല്യൂ ടൈപ്പ് കോഡ് എന്നാണ്. പക്ഷേ 68th ലൈൻ വന്നപ്പോൾ ടൈറ്റിലിന്റെ കീയുടെ വാല്യൂ മാത്രമേ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഓതറിന്റെ കീ മുകളിൽ എങ്ങനെ കൊടുത്തു അതുപോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാർഷ്യൽ അപ്ഡേറ്റ് മാത്രമേ ഇവിടെ വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ പാച്ചിനുള്ള HTTP മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പുട്ടിന്റെ കേസിൽ നമ്മൾ മെത്തേഡ് എന്നുള്ള കീവേഡ് കഴിഞ്ഞ് പുട്ട് എന്നാണ് ഇവിടെ കൊടുത്തതെങ്കിൽ ഇതൊരു പാച്ച് HTTP മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ പാച്ച് എന്നാക്കി. അപ്പോൾ ഈ രണ്ട് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ ഈ സെനാരി വരുത്തുന്ന മാറ്റങ്ങൾ. ബാക്കിയെല്ലാം കഴിഞ്ഞ ഈ പോസ്റ്റ് റിക്വസ്റ്റിന്റെ അപ്ഡേറ്റിന്റെ പോലെ തന്നെയാണ്. ഏക ചേഞ്ച് വന്നിരിക്കുന്നത് 68th ലൈനിലും പിന്നെ വന്നിരിക്കുന്നത് 69th ലൈനിലുമാണ്. ബാക്കി എല്ലാ കോഡും സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് ഈ ഒരു പർട്ടിക്കുലർ എൻഡ് പോയിന്റ് നിലവിലുള്ള ഡേറ്റാസ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ബ്രൗസർ എൻഡ് പോയിന്റ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിലവിൽ 13 റെക്കോർഡ്സ് ആണ് ഉള്ളത്, അതായത് 13 പോസ്റ്റുകൾ. ഈ പോസ്റ്റിന്റെ കീ എന്ന് പറയുന്നത് ഒന്ന് ടൈറ്റിലാണ്, ഒന്ന് ഓതറാണ്, പിന്നെ ID ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുമ്പോൾ എത്ര സെനാരിയോസ് ഉണ്ടോ, എത്ര പോസ്റ്റ് അതനുസരിച്ചായിരിക്കും കൗണ്ട് ID റെക്കോർഡ്സ് ഇവിടെ ആഡ് ആകും. നമുക്ക് എത്ര സെനാരിയോ ഉണ്ടോ നമുക്ക് നോക്കാം, അതിനകത്ത് എത്ര പോസ്റ്റ് റിക്വസ്റ്റ് ഉണ്ടെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് സെനാരിയോ ഇതാണ്, തേർഡ് ലൈനിൽ. അപ്പോൾ അതൊരു സെനാരിയോ ആയി. 10th ലൈൻ സെക്കൻഡ് സെനാരിയോ സ്റ്റാർട്ട് ചെയ്യും. ഇത് രണ്ടും പോസ്റ്റ് റിക്വസ്റ്റ് ഉണ്ട്, അപ്പം രണ്ട് ഡേറ്റ ആഡ് ആവും. ഇതും ഒരു സെനാരിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ഉണ്ട്, അപ്പോൾ ഇത് തേർഡ് റെക്കോർഡ് ക്രിയേറ്റ് ആവും. പിന്നെയുള്ള ഇപ്പം നമ്മൾ നോക്കുന്ന പാച്ച് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന API ആണ്. അപ്പം മൊത്തം 4 പോസ്റ്റ് റിക്വസ്റ്റ് ഉണ്ട്. അപ്പം ടോട്ടൽ 4 റെക്കോർഡ്സ് ക്രിയേറ്റ് ആവും. അതായത് ഇനി ഈ നമ്മൾ ഈ കാണുന്ന ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്തിട്ട് ഈ പർട്ടിക്കുലർ ലിങ്ക് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 17 റെക്കോർഡ്സ് കാണണം. നമുക്കിനി ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഈ ഫീച്ചർ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൺ ആസ് കുക്കുംബർ ഫീച്ചർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് ആ എൻഡ് പോയിന്റിൽ ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ 4 സെറ്റ് ഓഫ് റെക്കോർഡും കൂടെ ആഡ് ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആ എൻഡ് പോയിന്റ് ഓപ്പൺ ചെയ്ത ശേഷം റിഫ്രഷ് ചെയ്ത് നോക്കാം. 4 സെറ്റ് ഓഫ് റെക്കോർഡും കൂടെ ആഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ മൊത്തം 17 റെക്കോർഡ്സ് ആഡ് ആയിട്ടുണ്ട്. അതിൽ നമ്മൾ അവസാനം പാസ് ചെയ്ത പേലോഡ് അതിൻ്റെ ആ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആണ്. നമ്മൾ ആ ടൈറ്റിൽ നിന്ന് കീയുടെ വാല്യൂ മാത്രം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമേ അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. ഓതറിൻ്റെ വാല്യൂ നമ്മൾ ടൈപ്പ് കോഡ് തന്നെയാണ് കൊടുത്തത്, അപ്പോൾ അതിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് ആ HTTP പാച്ച് മെത്തേഡ് വർക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇൻബിൽട്ട് ആയിട്ടുള്ള HTML കറക്റ്റ് റിപ്പോർട്ടും കൂടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കോപ്പി ചെയ്ത ലിങ്ക് നമുക്ക് ബ്രൗസറിൽ പേസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ റിപ്പോർട്ട് ഓപ്പൺ ആയി. ഒരു ഫീച്ചർ ഫയലാണ് ഉള്ളത്. അപ്പം ആ ഫീച്ചർ ഫയൽ അത് സിനാരിയോസ് എല്ലാം പാസ് ആയതുകൊണ്ട് ആ ഫീച്ചർ ഫയൽ പാസ്സായതായിട്ട് ഗ്രീൻ ബോക്സിനകത്ത് കൗണ്ട് 1 ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ പാസ്റ്റ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഫെയിൽഡ് 0 ആണോ ഒന്നുമില്ല. ഫെയിൽഡ് ആയി എല്ലാം പാസ്സായി. സെനാരിയോസ് 4 ഉണ്ട്. മൊത്തം എക്സിക്യൂഷൻ ടൈം മില്ലി സെക്കൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ 4 സെനാരിയോസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പം ചെയ്തത് പാർഷ്യൽ അപ്ഡേറ്റ് ഓഫ് ക്രിയേറ്റഡ് പോസ്റ്റ് ഡീറ്റെയിൽസ് ആണുള്ള ആ ഒരു പർട്ടിക്കുലർ റിക്വസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ആ പർട്ടിക്കുലർ സെനാരിയയിലേക്ക് തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ പൊക്കോളും. അവിടെ നമുക്ക് റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്ന് പ്രിന്റ് ചെയ്താക്കുന്ന റെസ്പോൺസ് ഇതാണ് 70 എന്നുള്ളത് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പാസ് ചെയ്ത പോസ്റ്റ് റിക്വസ്റ്റിനകത്ത് ജേസൺ സെർവർ ടൈപ്പിംഗ് കോഡ് എന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇത് റെസ്പോൺസ് ആണ്. നമുക്ക് പാസ് ചെയ്ത മെത്തേഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ പാസ് ചെയ്ത പേലോഡ് ഇതാണ്. അത് നമുക്ക് വീണ്ടും കൊളാപ്സ് ചെയ്യാം. പിന്നെ നമ്മൾ സെൻഡ് ചെയ്ത പാച്ച് റിക്വസ്റ്റ് ഇതാണ്. ആ പാച്ച് റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ബോഡിക്കകത്ത് നമ്മൾ പാസ് ചെയ്ത ടൈറ്റിൽ എന്ന കീയുടെ വാല്യൂ മാത്രമേ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് സെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് മാത്രമേ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ റെസ്പോൺസ് നോക്കുമ്പോൾ അതേപോലെ 17 ID ഉള്ള നമ്മൾ പാസ് ചെയ്ത എന്ത് പേലോഡ് പാർഷ്യലായിട്ടൊരു ചേഞ്ചാണ് വരുത്തിയത്. ആ ചേഞ്ച് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് കരേറ്റ് എന്ന ടൂൾ യൂസ് ചെയ്ത് പാച്ച് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന API സെൻഡ് ചെയ്യുന്നു. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.